ഇനി ജീവിക്കണമെങ്കിൽ ആഹാരം വേണം. ആഹാരത്തിനായിട്ട് പച്ചക്കറി ഇല്ല. ലെറ്റ്സ് ഗോ പച്ചക്കറി ഷോപ്പിംഗ്. വരൂ. ഇന്നിവിടെ -8°C ആണ്. എനിക്കറിയത്തില്ല കാനഡയിലൊക്കെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നതെന്ന്. എനിക്കിത് കിട്ടിയിട്ട് തന്നെ ഞാൻ ചത്തു പോകുന്നുള്ള അവസ്ഥയായി. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വെതർ പഫർ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്, which will protect me. പിന്നെ എൻ്റെ മുടി ഇന്ന് ചകിരി പോലെ ഇരിക്കുന്നത്. I don't know why. അപ്പോൾ അത് എനിക്ക് ആളുകളെ കാണിക്കേണ്ടതെന്നുണ്ട്. അത് കാരണം ഞാനൊരു തൊപ്പി വെച്ചു. പുറത്ത് നല്ല കാറ്റുണ്ട്, അതെൻ്റെ കണ്ണിലേക്ക് അടിക്കാനായിട്ട് കണ്ണട വെച്ചു. നല്ല കട്ടിയുള്ളത് കൊണ്ട് ഈ ജീൻസ് ഇട്ടു, കാലിൽ സോക്സ് ഇട്ടു. ഷൂ ഇടാൻ എനിക്ക് നല്ല മടിയുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ബർക്കിൻ തന്നെ ഇട്ടുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദ ഫിറ്റ് ചെക്ക്. പച്ചക്കറി കഴിക്കാൻ പോകുന്നതിന് ഫിറ്റ് ചെക്ക് അത്യാവശ്യം. One day, I don't know what the song is. കടലില്ല, സ്വീറ്റ് കോൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. There is no. എന്ത് ഭാരാന്നറിയാം, നല്ലൊരു ഭാരമാണ്. വണ്ടിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കഷ്ടതയിൽ ഒരു ഇത് തോന്നിയിട്ട് നിങ്ങളെല്ലാവരും എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരണം കേട്ടോ. ഒരു ശരാശരി മലയാളി എന്ന നിലയിൽ ഒരു ശരാശരി മലയാളി പൗരൻ എന്ന നിലയിൽ ഒരു ശരാശരി മലയാളി എന്ന നിലയിൽ ഇവിടുത്തെ പച്ചക്കറിയുടെ വില എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. കാണിച്ചുതരാം. ഈ ഒരു 200 ഗ്രാം ബീൻസിന് €1.5 എന്ന് വെച്ചാൽ 150 രൂപ. ഇത്രേ ഉള്ളൂ. നാട്ടിൽ 5 രൂപയ്ക്ക് കിട്ടുന്ന ബീൻസാ. ഞാൻ എല്ലാത്തിൻ്റെ വില പറയാം, നിങ്ങൾ കേട്ടോട്ടോ. തൈര്, 1 കിലോ തൈരിന് €1.56, അതായത് 186 രൂപ. ഒരു 500 ഗ്രാം ഷ്രെഡഡ് ചിക്കൻ. ആൻഡ് ഈ ചിക്കൻ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ സ്നാക്സ് പോലെ കഴിക്കത്തില്ലേ, ഇതിന് €6.50, 650 രൂപ. 650 രൂപയായിട്ട് നാട്ടിൽ പോയി ഒരു KFC എന്തോരം സാധനം വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അടുത്തത് ബട്ടർ. തല എന്തായിരിക്കുന്ന ബട്ടർ. ഈ ബട്ടറിന് €4.99. ഇത് ഇച്ചിരി ഉള്ളൂ. ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
454 ഗ്രാമേ ഉള്ളൂ. അതായത് 1 ഗ്രാമിന് 1 രൂപ വെച്ചിട്ടുള്ള രീതിയിലാണ് വാങ്ങിക്കുന്നത്. എന്തോ ഈ നാട് എങ്ങോട്ടായി പോകുന്നത്? ഇത് 1 കിലോ ഉള്ളി. 1 കിലോ ഉള്ളിക്ക് 1 യൂറോ. 1 യൂറോ എന്ന് വെച്ചാൽ 100 രൂപ. എനിക്ക് തോന്നുന്നു 1 കിലോ ഉള്ളിക്ക് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ 80 വന്നിട്ടല്ലേ. But that doesn't matter. എന്നാൽ പോലും it matters. ഉള്ളി ഒരു 2 കവർ വാങ്ങിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ നല്ല തംബ്നെയിലിന് പറ്റിയ ഫോട്ടോ എന്താ നിൽക്കട്ടെ. ഉള്ളി 2 കിലോ വാങ്ങിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ 2 ആഴ്ചത്തേക്കുള്ള ഷോപ്പിംഗ് ആണ്. എനിക്ക് എല്ലാ ദിവസവും പോയി ഇങ്ങനെ വാങ്ങിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കും. അടുത്തത് ഈ ഞഞ്ഞ പിഞ്ഞ ഉള്ള മുളകിന്. ഈ മുളകിന് ആകെപ്പാടെ 6 മുളകേ ഉള്ളൂ. ഇതിന് 200 രൂപ. 200 രൂപ. 6 മുളകിന് 200 രൂപ. 6 മുളകിന് 200 രൂപ. ആലോചിച്ച് നോക്കി. എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നത്? ഞാൻ ഇവിടെ വന്ന് കൃഷി വാങ്ങാൻ പോവാം. എനിക്ക് ഇച്ചിരിയെങ്കിലും റീസണബിൾ ആയിട്ട് വിലയായിട്ട് തോന്നിയത് ഈ 29 സെന്റിന്റെ, അതായത് 29 രൂപയുടെ ഈ 2 തക്കാളിക്ക. ഇതിനാണെങ്കിൽ വെയിറ്റ് എനിക്ക് തോന്നുന്നില്ല 1/2 കിലോ ഉണ്ടാവുമെന്ന്. ഇറ്റ്സ് 200 ഗ്രാംസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ 200 ഗ്രാമിന് 29-30 രൂപ ടു മച്ച്. ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഈ ഒരു കവർ ബിസ്ക്കറ്റ് 100 രൂപ. 1 യൂറോ. മല്ലിയില ഞങ്ങളുടെ സമിതിക്കട കടയിൽ നിന്ന് എനിക്ക് വെറുതെ മല്ലിയില കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന് ഇച്ചിരി പോകുന്ന മല്ലിയിലേക്ക് 100 രൂപ. മുട്ട 18 മുട്ടയ്ക്ക് 4.99 യൂറോ. അതായത് 499 റുപ്പീസ്. ഞങ്ങളുടെ സുമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മുട്ട 7 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ കഴിയുന്നത്ര മുട്ട നിങ്ങൾ കഴിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടും. 2 കൊക്കക്കോള, അതും 0 കാലറീസ്. ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഇതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഉള്ള കൊക്കക്കോളയ്ക്കും ഉള്ള എല്ലാ ഡ്രിങ്ക്സിനും മധുരം കുറവാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇവിടെ ഷുഗർ ടാക്സ് ഉണ്ട്. ഷുഗർ ടാക്സ് ഉള്ളത് കൊണ്ടിട്ട് ഇവരെല്ലാത്തിനും ഷുഗർ കുറയ്ക്കും. ഷുഗർ കൂടുതലുള്ള സാധനത്തിന് വിലയും കൂടുതലാണ്. ഇതിന് ഒരു ബോട്ടിലിന് നമ്മുടെ അവിടെ എത്ര 35-40 രൂപയല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതിന് വരുന്നത് ഒരു ബോട്ടിലിന് ഏകദേശം 2.35 യൂറോസാണ്. അതായത് 235 രൂപ. ഇവിടെ ചെറിയ ബോട്ടിൽസിന് വില കൂടുതലും വലിയ ബോട്ടിൽസിന് വില കുറവാണ്. കൺവീനിയൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ കൺവീനിയൻസ് സെൽസ്. ചെറിയ ബോട്ടിൽസ് ആകുമ്പോൾ ഹാൻഡിയാണ്, അപ്പോൾ കൺവീനിയൻസ് ഉണ്ട്. ആൻഡ് കൺവീനിയൻസ് സെൽസ്. അത് കാരണം ചെറിയ ബോട്ടിൽസിന് വില കൂടുതലാണ്. നമുക്ക് പോക്കറ്റിലൊക്കെ വെച്ചോണ്ട് പോകാമല്ലോ. അപ്പോൾ അത് കൺവീനിയൻ്റ് ആയതുകൊണ്ട് ആ കൺവീനിയൻസിനും കൂടെ ആയിട്ട് അവർ വില വാങ്ങിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചല്ലേ. എനിക്കത് അറിയത്ത പോലും ഇല്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം സീയിങ് ലൈക്ക് ദിസ്. എന്നിട്ട് ഈ ബോട്ടിലിന് വില കൂടുതലാണ്. ഇതിന് 2.35 യൂറോസും. അപ്പോൾ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 4 യൂറോസ്. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചു. അതേ ഉള്ളൂ. ഇതോടുകൂടി എൻ്റെ പച്ചക്കറി ഹോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിന് ശേഷം കാണാം. അപ്പോൾ ശരി. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ ചിപ്പിനെ കാണാനായിട്ട് പോവുകയാണ്. സോ ചിപ്പ് ദിസ് റിഫ്ലക്ഷൻ ഇസ് നൈസ്. സോ ഞങ്ങൾക്കിപ്പോൾ വിന്റർ ബ്രേക്ക് ആയിരിക്കുകയാണ്. സോ വിന്റർ ബ്രേക്ക് ആയതുകൊണ്ട് ചിപ്പിൻ്റെ അമ്മയും കൂടെ ആയിട്ട് അവർ US പോയി. എന്നിട്ട് അവർ ഇന്നലെ എത്തി. സോ അപ്പോൾ ചിപ്പ് എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് പുറത്തേക്ക് വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഐ എം ജസ്റ്റ് ഗോണ ഗോ ഔട്ട് വിത്ത് ഹർ. ഇനിയിപ്പം ഇവിടെ നേരമൊക്കെ വെളുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ആയിട്ട് ലൈക്ക് കുളിക്കണം, പല്ല് തേക്കണം, ആഹാരം കഴിക്കണം. എനിക്കൊന്ന് ജിമ്മിൽ പോകാനുണ്ട്. അതിനുശേഷം ഐ വിൽ ബി ഗോയിങ് ടു മീറ്റ് ചിപ്പ്. എനിക്ക് ഇന്ന് ഞാൻ തിരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആവും. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദി ഓൺലി തിങ് ദാറ്റ്സ് ഗോണ ഹാപ്പൻ ടുഡേ. Say hi again. After keeping the glasses also you can't see. Yeah, too far. Thank you. Where is the balance tree, Vincent? What is it? It's freezing outside. കൈ പുറത്തിടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ തണുപ്പ്.
I'm like wearing 2 layers and freezing. The Paragil. She's wearing nearly 4 layers and still she's freezing. I wish there was a bus going through that way. ഇങ്ങനെ തിരുത്ത കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിവിടെ -8 ആൻഡ് ഇറ്റ്സ് സോ കോൾഡ്. അപ്പം ഞാൻ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്തൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പുറത്താണ് ഈ ബ്ലാങ്കറ്റ് ഉണക്കി. ഈ ബ്ലാങ്കറ്റും കൂടെ ഇട്ടാലേ ഇരിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് ഫ്രീസിങ്. ഇറ്റ്സ് ലിറ്ററലി ഫ്രീസിങ്. ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും ഒരു ഫൗണ്ടൻ ഉണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെയിട്ട്. ആ ഫൗണ്ടൻ മൊത്തം ഐസായി. കൈയൊന്നും പുറത്തിടാൻ പോലും പറ്റുന്നില്ല. കൈയൊക്കെ പുറത്തിട്ടിട്ട് നമ്മൾ കൈ തിരിച്ചെടുക്കത്തില്ല. അപ്പം കൈയുടെ ഈ ജോയിൻറ്റിനൊക്കെ നല്ല വേദനയാണ്. അപ്പോൾ പാത്രമൊക്കെ തണുത്ത വെള്ളത്തിലായിരിക്കും വരുന്നത്. ആ കഴുകിയതിന് ശേഷം കൈ നേരെയാക്കാൻ ഇങ്ങനെ വരുന്നത്. ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും എൻ്റെ കൈ വരുന്നതൊക്കെ. ആൻഡ് ഓൾസോ കൈയൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളുങ്ങുന്നുണ്ട് ഈ തണുപ്പടിച്ചിട്ട്. സോ ഐ ഹാവ് എൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ടുമോറോ. അപ്പം ഞാൻ ഇന്ന് തന്നെ ഏകദേശം ഒന്നും തീർക്കാമെന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ നാളെ വെപ്രാളം പിടിച്ച് ഞാനെപ്പോഴും ലേറ്റാണ് സബ്മിഷനൊക്കെ. അപ്പം ഞാനതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു. ഇനി അതൊന്ന് വേഗത്തിൽ തീർത്തിച്ച് വേണമെന്ന് കിടക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ചും കൂടെ നേരം കഴിയുമ്പോഴത്തേക്കും ഇത് തീരേണ്ടതാണ്. അങ്ങനെ ഇത് നീ സബ്മിറ്റ് ചെയ്താൽ എനിക്കിനി ഈ സെമസ്റ്ററിലേക്ക് ഒരു അസൈൻമെൻറ്റ് കൂടെ മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ഈ സെമസ്റ്റർ ഖത്തം. ഇനി പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാനിത് എങ്ങനെയായാലും തീർക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പം നിങ്ങളെ ഞാൻ ഇനി അടുത്ത വീഡിയോയുമായി കാണും. അതുവരേക്കും ശരി.